നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. അറബിക്കടലിൽ സമുദ്രതല താപനില ഉയർന്നതിനെ തുടർന്ന് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ സമുദ്ര ഹീറ്റ്വേവ് സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തത്തിൽ കുറവ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ സമുദ്രത്തെ ആശ്രയിച്ച ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തെക്കുറിച്ച് ഗുരുതര ആശങ്ക ഉയർന്നിട്ടുണ്ട്. വിദഗ്ധർ സമുദ്ര ജൈവ വൈവിധ്യത്തിനും പ്രവാളഭിത്തികൾക്കും ദീർഘകാല നാശം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥിതിഗതികൾ അടുത്തുനിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ട്രെയിൻ കല്ലേറു കേസിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് ഒരു സംശയാസ്പദനെ അറസ്റ്റ് ചെയ്തു. ഈ ആക്രമണം യാത്രക്കാരിൽ ഭീതി പരത്തിയിരുന്നു. അന്വേഷണം പ്രകാരം സംഭവം പ്രാദേശിക തർക്കങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. റെയിൽവേ പാതകളിൽ ഗസ്ത് ശക്തമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. സമൂഹ നേതാക്കൾ സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും ഇരയായ കുടുംബത്തിന് വേഗത്തിലുള്ള നീതി ആവശ്യപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഒരു സ്വത്ത് തർക്കം BJP-CPM പ്രവർത്തകരെ തമ്മിലുണ്ടായ അക്രമ സംഘർഷമായി മാറി. ഇതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇരുപക്ഷങ്ങളും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മൂലം സംഘർഷം വേഗത്തിലുയർന്നു. സ്ഥിതി നിയന്ത്രണത്തിലാക്കാൻ പ്രാദേശിക പോലീസ് ഇടപെടേണ്ടിവന്നു. സംഭവത്തെ പ്രകോപിപ്പിച്ചതായി രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആരോപണമുന്നയിച്ചു. ഏപ്രിൽ 9 നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ സ്ട്രോങ് റൂം തുറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. ഈ നടപടിയെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ മുന്നണികളിലെ സ്ഥാനാർത്ഥികൾക്ക് ഔദ്യോഗികമായി വിവരമറിയിച്ചിട്ടുണ്ട്. മെയ് 4 നടക്കുന്ന വോട്ടെണ്ണലിന് മുൻപ് കൂടുതൽ സുതാര്യത ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയതോടെ സംഘർഷം വർദ്ധിച്ചിട്ടുണ്ട്. EVM സുരക്ഷയും തപാൽ വോട്ടുകളും സംബന്ധിച്ച് ഉയർന്ന ആശങ്കകൾ അകറ്റുന്നതിനാണ് ഈ നടപടി. കേരള സർക്കാർ നിയോഗിച്ച ഒരു വിദഗ്ധ സമിതി കറുത്ത മന്ത്രം, മന്ത്രവാദം എന്നിവയുൾപ്പെടെയുള്ള ഹാനികരമായ അന്ധവിശ്വാസ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നതിനായി പുതിയ നിയമം രൂപപ്പെടുത്താൻ പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് സമിതിയുടെ ലക്ഷ്യം. അതേസമയം സാംസ്കാരിക വിശ്വാസങ്ങളോടുള്ള സംവേദനശീലവും നിലനിർത്താൻ ശ്രമിക്കുന്നു. തർക്കബുദ്ധി സംഘടനകളും മതനേതാക്കളും ഉൾപ്പെടെയുള്ള വിവിധ ഭാഗധാരികൾ അഭിപ്രായങ്ങൾ സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രോഗി സുരക്ഷ വർദ്ധിപ്പിക്കുകയും പിഴവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നതിനായി എല്ലാ സർക്കാർ ആശുപത്രികളിലും ഏകീകൃത ശസ്ത്രക്രിയ പ്രോട്ടോകോളിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. പുതിയ മാർഗനിർദ്ദേശങ്ങൾ അന്താരാഷ്ട്ര ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമാണെന്നും അടുത്ത കാലത്തെ ശസ്ത്രക്രിയ സംഭവങ്ങൾ പരിഗണിച്ചുള്ളതുമാണ്. സംസ്ഥാനത്തുടനീളം മെഡിക്കൽ ജീവനക്കാർക്കായി പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. സമീപകാല പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിലേക്കുള്ള ജനവിശ്വാസം പുനഃസ്ഥാപിക്കാൻ ഈ നടപടി സഹായിക്കുമെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നു. കളമശ്ശേരി മുനിസിപ്പാലിറ്റി നഗരത്തിന്റെ ഘടനാപരമായ പദ്ധതിയിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു കരട് വിജ്ഞാപനം പുറത്തിറക്കി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൌരന്മാർക്ക് അവരുടെ എതിർപ്പുകൾ രേഖപ്പെടുത്താൻ അവസരം നൽകിയിട്ടുണ്ട്. ഭേദഗതികൾ പ്രധാനമായും നഗരവികസനം, അടിസ്ഥാന സൌകര്യ മെച്ചപ്പെടുത്തൽ, സോണിംഗ് ചട്ടങ്ങൾ എന്നിവയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സുതാര്യതയെ പൌരസംഘടനകൾ സ്വാഗതം ചെയ്തെങ്കിലും പരിസ്ഥിതി ബാധയും വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്കും പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ വിപുലമായ പൊതുപരാമർശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മേയർ നഗരത്തിലെ സ്ട്രീറ്റ് ലൈറ്റ് പരിപാലനത്തിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പഴയ കരാറുകളും നിരവധി ഏജൻസികൾ തമ്മിലുള്ള മോശം ഏകോപനവുമാണ് കാരണമെന്ന് പറഞ്ഞു. അന്ധകാരമുള്ള തെരുവുകളെക്കുറിച്ച് നിരവധി പൌരന്മാർ പരാതി നൽകിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ സുരക്ഷാ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. പരിപാലന നടപടിക്രമങ്ങൾ ലളിതമാക്കാനുള്ള പദ്ധതി കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട വകുപ്പുതല ഏകോപനത്തോടെ ഉടൻ തിരുത്തൽ നടപടികൾ നടപ്പാക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. എറണാകുളത്ത് ഒരു കോളേജ് വിദ്യാർത്ഥി പരീക്ഷ എഴുതാനുള്ള അത്യാഹിതത്തിൽ ഒരു ജലാശയത്തിൽ മുങ്ങിമരിച്ചു. സംഭവത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഈ സംഭവം വിദ്യാഭ്യാസ സമൂഹമാകെ ദുഃഖത്തിലാഴ്ത്തി. കടുത്ത ചൂടിനിടെ ജലാശയങ്ങൾക്ക് സമീപം ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. ദുഃഖിതരായ കുടുംബത്തിനും സഹപാഠി വിദ്യാർത്ഥികൾക്കും കൌൺസിലിംഗ് സഹായം ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലെ കനത്ത ചൂടിനെ തുടർന്ന് കേരളത്തിൽ വൈദ്യുതി ആവശ്യം തുടർച്ചയായ 3 ദിവസങ്ങളായി 6000 മെഗാവാട്ടിന്റെ റെക്കോർഡ് നില കടന്നിട്ടുണ്ട്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കൂളിംഗ് ഉപകരണങ്ങളുടെ അപൂർവമായ ഉപയോഗമാണ് ഇതിന് കാരണമെന്ന് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അറിയിച്ചു. ഊർജ്ജ സംരക്ഷണം പാലിക്കാൻ പൊതുജനങ്ങളോട് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്തെ ഉയർന്ന വൈദ്യുതി ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ദീർഘകാല പരിഹാരമായി സൌരോർജ്ജം ശക്തമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു.
അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ വേനൽമഴ കേരളത്തിലെ പല ഭാഗങ്ങളിലും കടുത്ത ചൂടിൽ നിന്ന് ആശ്വാസം നൽകിയെങ്കിലും മരങ്ങൾ വീണതോടെ സാധാരണ ഗതാഗതം ബാധിച്ചു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടവിട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. താഴ്ന്ന പ്രദേശങ്ങളിൽ ചെറിയ വെള്ളക്കെട്ട് രേഖപ്പെടുത്തി. ദുരന്ത നിവാരണ സംഘങ്ങൾ ഹൈ അലർട്ടിലാണ്. നിലത്തു നിൽക്കുന്ന വിളകൾക്ക് മഴ ഗുണകരമെന്ന് കർഷകർ പറഞ്ഞു. എന്നാൽ പ്രളയ സാധ്യതയെക്കുറിച്ച് ആശങ്കയും പ്രകടിപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ തുടരുന്ന കനത്ത ചൂടിനെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഈ അപ്രതീക്ഷിത മാറ്റത്തെക്കുറിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മിശ്ര പ്രതികരണമാണ് പ്രകടിപ്പിച്ചത്. കുട്ടികൾക്ക് മതിയായ വെള്ളം കുടിക്കാനും പുറംപ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താനും ആരോഗ്യ വിദഗ്ധർ ഉപദേശിച്ചു. അതിശക്തമായ ചൂടിനിടെ കുട്ടികളെ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായാണ് ഈ തീരുമാനം. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ അനധികൃത ലോൺ ആപ്പുകളുമായി ബന്ധപ്പെട്ട 15,000-ലധികം പരാതികളും കുറഞ്ഞത് 7 ആത്മഹത്യകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകൾക്കെതിരെ പോലീസ് നടപടി ശക്തമാക്കി. പ്രത്യേകിച്ച് യുവാക്കളെ സാമ്പത്തിക അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ അവബോധ ക്യാമ്പയിനുകൾ നടത്തുന്നു. ഇരകളുടെ കുടുംബങ്ങൾ കർശന നിയമങ്ങളും യുക്തമായ നഷ്ടപരിഹാര സംവിധാനവും ആവശ്യപ്പെട്ടു. അതിർമുറ്റങ്ങൾ നീക്കം ചെയ്ത വിജയകരമായ നടപടികൾക്ക് ശേഷം കേരളത്തിലെ ചോക്രമുടി പ്രദേശത്ത് സസ്യജാലത്തിന്റെയും വന്യജീവികളുടെയും ശ്രദ്ധേയമായ തിരിച്ചുവരവ് രേഖപ്പെടുത്തി. സമീപകാല ജൈവവൈവിധ്യ സർവേകളിൽ വിവിധ വന്യജീവി ഇനങ്ങളുടെ വർദ്ധിച്ച സാന്നിധ്യം കണ്ടെത്തി. പരിസ്ഥിതി പ്രവർത്തകർ ഈ ശ്രമത്തെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ വിജയകരമായ മാതൃകയായി വിശേഷിപ്പിച്ചു. ദീർഘകാല പരിസ്ഥിതി പുനരുദ്ധാരണം ഉറപ്പാക്കാൻ പ്രാദേശിക സമൂഹങ്ങൾ സജീവമായി പങ്കാളികളാകുന്നു. ഇന്ത്യ കാലാവസ്ഥാ വകുപ്പ് ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 25 വരെ കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളിൽ ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥ തുടരുമെന്നും ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. ചില സ്ഥലങ്ങളിൽ പരമാവധി താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. മതിയായ വെള്ളം കുടിക്കാനും ഉച്ചക്കാലത്തെ കടുത്ത സൂര്യപ്രകാശം ഒഴിവാക്കാനും ഇടിമിന്നൽ അപകടസാധ്യതയുള്ള സമയങ്ങളിൽ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ ഉപദേശിച്ചു. കനാൽ എന്ന NGO കേരളം മുഴുവൻ 1000 സ്കൂൾ അധ്യാപകർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസ പരിശീലനം വിജയകരമായി നൽകി. സാമൂഹിക അപകീർത്തി അകറ്റുകയും വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അധ്യാപകരെ സക്ഷമരാക്കുകയും ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. സംവേദനശീല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ആത്മവിശ്വാസം ലഭിച്ചതായി പങ്കെടുത്തവർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പരിശീലനം സ്ഥിരമായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ ആവശ്യപ്പെട്ടു. ക്യാൻസർ കണ്ടെത്തലിനായി പോലീസ് നായകളെ പരിശീലിപ്പിക്കാനുള്ള നിർദ്ദേശം കേരള പോലീസ് അക്കാദമി മുന്നോട്ടുവച്ചു. അവരുടെ അതീവ സൂക്ഷ്മമായ വാസനാശേഷി ഉപയോഗപ്പെടുത്തുന്നതാണ് ലക്ഷ്യം. അനുമതി ലഭിച്ചാൽ ഈ പദ്ധതി പ്രാരംഭ മെഡിക്കൽ പരിശോധനയ്ക്ക് സഹായകരമാകും. മൃഗചികിത്സാ വിദഗ്ധരുമായും ഓങ്കോളജി വിദഗ്ധരുമായും സഹകരണം പദ്ധതിയിടുന്നു. പോലീസ് വിഭവങ്ങളുടെ നവീന ഉപയോഗം ഈ നടപടി പ്രതിഫലിപ്പിക്കുന്നതായും വിപുലമായ പൊതുജനാരോഗ്യ നേട്ടങ്ങൾ നൽകാമെന്നും വിലയിരുത്തുന്നു. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ വിഷു ഉത്സവത്തിനിടെ ഒരു വ്യക്തിയുടെ കൈയിൽ പടക്കം പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരണപ്പെട്ടു. അനധികൃത പടക്ക ഉപയോഗത്തിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കർശന മുന്നറിയിപ്പ് നൽകി. ഉത്സവകാലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദുഃഖകരമായ സംഭവം വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇത്തരം ഒഴിവാക്കാവുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ഉത്തരവാദിത്തത്തോടെ ഉത്സവങ്ങൾ ആഘോഷിക്കണമെന്ന് സമൂഹനേതാക്കൾ അഭ്യർത്ഥിച്ചു. സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തപാൽ വോട്ടുകളുടെ കൈകാര്യം ചെയ്യലിൽ ഉണ്ടായതായി ആരോപിക്കുന്ന വീഴ്ചകളുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വിശദീകരണം തേടി. കേസ് തുടർ കേൾവിക്കായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 4 നടക്കുന്ന വോട്ടെണ്ണലിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിത്വത്തെക്കുറിച്ചുള്ള പൊതുധാരണയെ ഈ സംഭവം ബാധിക്കാനിടയുണ്ട്. സ്ത്രീ സംവരണം ഭേദഗതി ബില്ലിലെ പരിധിനിർണയ വ്യവസ്ഥകളെതിരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിച്ച് ഇത് ജനാധിപത്യത്തിനും ഫെഡറൽ ഘടനയ്ക്കുമുള്ള ആക്രമണമാണെന്ന് ആരോപിച്ചു. കേരളം പോലുള്ള ചെറു സംസ്ഥാനങ്ങളെ ഈ വ്യവസ്ഥകൾ ആനുപാതികമായി ബാധിക്കാമെന്നാണ് അവരുടെ വാദം. പാർട്ടി രേഖകൾക്ക് അതീതമായി സംസ്ഥാനത്ത് രാഷ്ട്രീയ ചർച്ചകൾ ഇതോടെ ശക്തമായി.